നിങ്ങൾ സ്വതസിദ്ധമായ പൊട്ടത്തരത്തിന് അന്താരാഷ്ട്ര അവാർഡ് കിട്ടുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനല്ലേ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ? എന്ത് ശരിക്കു പറഞ്ഞാല് ആധുനിക സയൻസിന് അതുപോലെ തന്നെ ആധുനിക ടെക്നോളജിക്കൊക്കെ മഹാസംഭാവനകൾ നടക്കാൻ കഴിയുന്ന വമ്പിച്ച പ്രസംഗമാണ് ഗോവിന്ദൻ നടത്തിയത്. ഗോവിന്ദൻ പറയാണ് കണ്ണൂരിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും ആ സ്റ്റേജും ഒക്കെ നിങ്ങൾ കാണണം. അദ്ദേഹം പറയാണ് AI യാഥാർത്ഥ്യമായി കഴിഞ്ഞു, AI യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നിങ്ങളുടെ മൊബൈലിൽ AI ഉണ്ട്, എന്റെ മൊബൈലിൽ AI ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. ഞാൻ ഈ അടുത്തൊരാള് കണ്ണൂര് ബീച്ചിലിരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അദ്ദേഹം മൊബൈലിൽ നിന്ന് AI-ക്ക് കൊടുത്തപ്പോ അയാൾ ഒരു മഞ്ഞിന്റെ മുകളിൽ ഇരിക്കുന്ന ഫോട്ടോ. ഇതാണത്ര AI. എന്റെ ഗോവിന്ദ, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല, പക്ഷെ അറിയാത്ത കാര്യത്തെ കുറിച്ചൊരു മിനിമം ധാരണ അവനവനുണ്ടാവുന്നത് നല്ലതല്ലേ? എന്താ ഈ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണ ഒരു ഫോട്ടോഷോപ്പിന്റെ പണി ഞങ്ങൾ ഈ പറയുന്നത്. 10 കൊല്ലം മുമ്പ് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുണ്ട്. അതേപോലെ 10 കൊല്ലം മുമ്പ്. എന്റെ ഗോവിന്ദൻ ജി, ഇതല്ല AI. നിങ്ങളോട് ആരാ പറഞ്ഞ ഇത് AI എന്ന്? ഇതാണോ AI എന്ന് പറയുന്നത്? ഈ ഇന്ന് ലോകത്ത് മുഴുവൻ ഈ ടെക്നോളജിയുടെ ലോകത്ത് ഏറ്റവും വലിയ ചർച്ച വരുന്ന AI ഇതാണോ? എന്നിട്ട് അടുത്ത ഗോവിന്ദന്റെ കമന്റ് എന്താ അറിയങ്ങള്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ 60% അധ്വാനത്തിന്റെ ഇടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുപോകും. എന്നാലും സോഷ്യലിസം വരും, എന്നിട്ട് പറഞ്ഞ അതിന് വേറെ മുൻകൂർ ജാമ്യം കൂടി മൂപ്പരെടുത്തു. എന്താ അറിയോ? ഇനി നാളെ വന്നോ സോഷ്യലിസം എന്ന് എന്നോട് ചോദിക്കരുത്, മിനിമം ഒരു 200 കൊല്ലെങ്കിലും എടുക്കും ഉപരി പറയാം. അപ്പൊ ആരും ചോദിക്കില്ല എന്ന് ഉറപ്പാണ്. ചോദിക്കാൻ ഗോവിന്ദനും ഉണ്ടാവില്ല, ആ കേട്ട പ്രസംഗം കേട്ടവരും ഉണ്ടാവില്ല, പിന്നെ എന്തും പറയാലോ. എന്തിന് സോഷ്യലിസം? എന്റെ ചങ്ങായിമാരെ, ഒരു മിനിമം സമയം പറയണ്ടെങ്കിൽ ഇത് എത്ര കാലമായി കേൾക്കുന്നു? 100 കൊല്ലം കഴിഞ്ഞാൽ 200 കൊല്ലം കഴിഞ്ഞാൽ. എന്നിട്ട് അതിനകത്ത് വേറെ ഒരു പ്രഖ്യാപനമുണ്ട്. ഖുർആൻ കാലഹരണപ്പെട്ടു പോകും, ഭഗവത്ഗീത കാലഹരണപ്പെട്ടു പോകും, മാർക്സിസം നിലനിൽക്കും. ഏത് മാർക്സിസം? ഈ കേരളത്തിലെ ടാപട്ടത്തിലുള്ള ഈ സാധനമാണോ നിൽക്കാൻ പോണത്? എടാ ചങ്ങായിമാരെ, ഇത് പറയുമ്പോ 1400 കൊല്ലങ്ങൾക്കപ്പുറത്തുള്ള ഖുർആന് വള്ളി പുള്ളി തെറ്റാതെ മുമ്പിലുണ്ട്. അത് വെച്ചിട്ടാ പറയണത്. എന്നിട്ട് പറയാ ഇപ്പോഴും മൂപ്പർക്ക് ഉറപ്പില്ല 200 കൊല്ലം കഴിഞ്ഞാൽ. എന്നിട്ട് ഒരു അപ്പം വരാൻ സാധ്യതയുണ്ട് 200 കൊല്ലം കഴിഞ്ഞാൽ. ഞാൻ